ഹലോ മക്കളോ ചാനൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഞങ്ങളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളൊരു ഫുഡ് സ്ട്രീറ്റിൻ്റെ വീഡിയോ ആണ്. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ എയർപോർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടായിരുന്നത്. പിന്നെ ആ പോകുന്ന വഴിയൊക്കെ നിറയെ പൂക്കളുള്ള മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. സൈഡേക്ക് കാണുന്ന ആ മതിലില്ല, അതിൻ്റെ ഇപ്പുറം എയർപോർട്ടാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ടാണെന്ന് തോന്നുന്നു. ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പുറത്ത് നല്ല ഭംഗിയുള്ള മരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫുഡ് സ്ട്രീറ്റിലോട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിലെത്തി കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങളൊരു ദിവസം നോമ്പിന് അങ്ങോട്ട് പോയായിരുന്നു. അടിപൊളി ഫുഡാണ് അവിടെ ഉള്ളതെല്ലാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ്. ഷവർമ, ബർഗർ, അങ്ങനത്തെ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും എല്ലാം കിട്ടും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഫുഡ് സ്ട്രീറ്റ്. പിന്നെ ഇത് മെയിനായിട്ട് തുറക്കുന്നത് രാത്രികളിലാണ്. നൈറ്റ് ഫുഡ് സ്ട്രീറ്റാണ്. നൈറ്റിലാണ് ഇതൊന്നും കൂടി ഉഷാറായി വരിക. ഭയങ്കര ലൈറ്റൊക്കെ വന്നിട്ട് ബാബ ഫലൂദ കാണുന്നുണ്ട്. അത് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഫലൂദയാണല്ലോ. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊരു ഹോട്ടലാണ്. അത് സ്വീറ്റ് ഹോട്ടലാണ്. സ്വീറ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഹോട്ടലാണ്. പിന്നെ ഇവിടെ ഫുഡ് സ്ട്രീറ്റ് മാത്രമല്ല, മറ്റിങ്ങനെ ചെറിയ ചെറിയ ഡ്രസ്സിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ് ഷോപ്പ്. ഞങ്ങൾ ഇതിനൊക്കെ ഡ്രസ്സ് എടുത്തിരുന്നത് ഈ ഒരു സ്ഥലത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഈ ഫുഡ് സ്ട്രീറ്റിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുള്ളൂ, ഭയങ്കര വൃത്തിശൂന്യമാണ് ചില സ്ഥലങ്ങളിൽ. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര വൃത്തിയാണ്. ഒരു പീരിയഡ് ഒരു മാർക്കറ്റ് കടയുടെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര വൃത്തിയാണ്. AC ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പുറത്തിറങ്ങിയ ചില സ്ഥലങ്ങളിൽ ഭയങ്കര വൃത്തിക്കേടാണ്. എനിക്കതൊട്ടും സഹിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു ഞങ്ങൾ ബോംബെയിൽ. അപ്പോൾ എൻ്റെ ഉപ്പ എന്നെ ഒരു മാർക്കറ്റ് കാണിക്കാൻ കൊണ്ടുപോയി. ഇങ്ങനത്തെ ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഛർദ്ദിച്ചായിരുന്നു. അത്രക്കും വൃത്തിശീലിയാണ് അവിടെ. പക്ഷെ കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവർ എന്തായാലും ബോംബെ മൊത്തം കാണണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. പാവപ്പെട്ടവരും ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ ഭയങ്കര കുഞ്ഞു വീട്ടിലൊക്കെ താമസിക്കുന്നവർ. അവരെ കാണുമ്പോൾ ഞാൻ എത്രത്തോളം നല്ല സ്ഥലത്താണെന്നും എത്രത്തോളം എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഭയങ്കര പണക്കാരായിട്ടുള്ള 2-3 കാറൊക്കെ ആയിട്ട് ജീവിക്കുന്നവർ വീടുണ്ട്. പക്ഷെ കൂടുതലും പാവപ്പെട്ടവരാണ് ഉള്ളത്. അവരെയൊക്കെ സഹായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വഴിയാതെ തന്നെ നടത്തും. പിന്നെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ചു പോവാണ്. അങ്ങോട്ട് പിന്നെ തിരിച്ചു പോവാണ്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് തന്നെ വരികയാണ്. ഇതെല്ലാം നമ്മൾ കണ്ട സ്ഥലങ്ങൾ തന്നെ നോക്കാം. ഈ സൈഡിൽ കാണുന്നത് ഓട്ടോ സ്റ്റാൻഡാണ്. ടാക്സി സ്റ്റാൻഡാണ്. അവിടെ ടാക്സീസ് ഒക്കെ ഇങ്ങനെ നിർത്തിയിടും ഗൈസ്. ഓട്ടോ ടാക്സി. മക്കൾ ചാനൽ എല്ലാവരും കാണുക. വീണ്ടും കാണുക.